എല്ലാവർക്കും നമസ്കാരം. മഹരജ്യോതി യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്തെന്ന് വെച്ചാൽ ശനി മഹാപ്രദോഷത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഒരു വ്രതം എടുക്കുന്ന മുമ്പ് അതിൻ്റെ കാര്യകാരണം അറിഞ്ഞിട്ട് വ്രതം എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഫലം എന്തായാലും ഇരട്ടിയായിരിക്കും. ശനി മഹാപ്രദോഷം എങ്ങനെയാ തോന്നിയത് എന്ന കഥയെ നമുക്കിപ്പോൾ കാണാം. ഒരു ദിവസം ഇന്ദ്രൻ തൻ്റെ വാഹനമാണ് ഐരാവതത്തിൻ്റെ പുറത്ത് കയറി ഈ ലോഹം മൊത്തം ചുറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ദുർവാസമുനി കണ്ടു. ഈ ഐരാവതത്തിൻ്റെ മേലിൽ ഇരിക്കുന്ന ഇന്ദ്രനെ കണ്ടിട്ട് തൻ്റെ തലയിൽ ചുറ്റിയിരുന്ന പൂമാലയെടുത്ത് ഇന്ദ്രനക്ക് കൊടുക്കും. ഇന്ദ്രൻ എന്ത് ചെയ്യും? ആ പൂമാലയെടുത്ത് തൻ്റെ വാഹനമാണ് ഐരാവതത്തിൻ്റെ തന്തത്തിലിട്ട് കൊടുക്കും. അപ്പം ഈ ഐരാവതം ആ പൂമാലയെടുത്ത് തൻ്റെ കാലിലിട്ട് ചവിട്ടി തേച്ച് നശിപ്പിക്കും. ഇത് കണ്ടിട്ട് ദുർവാസമുനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പം ദുർവാസമുനി ഇന്ദ്രനെ നോക്കി പറയും, നിന്റെ ഐശ്വര്യ അഹങ്കാരം കൊണ്ടിട്ടല്ലേ നീ ഇതൊക്കെ ചെയ്തു, അതുകൊണ്ട് നിന്റെ ഇന്ദ്രലോകത്തിലിരിക്കുന്ന എല്ലാ ഐശ്വര്യങ്ങളും അഴിഞ്ഞു പോട്ടേന്ന് പറഞ്ഞിട്ട് ശപിക്കും. ഇത് കണ്ടപ്പം ഈ ഇന്ദ്രനക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ ഇന്ദ്രഭഗവാന്റെ ഐരാവതവും കൂടി പോവും. മൊത്തത്തിൽ ഐശ്വര്യം മൊത്തം ഇഴന്നിരിക്കുന്ന സമയം ഈ അസുരന്മാർക്ക് എല്ലാവർക്കും ഭയങ്കര ഫലം കൂടി. എന്നുവെച്ചാൽ ദേവന്മാരുടെ ഫലം കുറഞ്ഞപ്പം അസുരന്മാരുടെ ഫലം കൂടി. ഇത് കണ്ടിട്ട് നേരെ ഇന്ദ്രൻ എന്ത് ചെയ്യുന്നു? ബ്രഹ്മാവിൻ്റെ അടുത്ത് പോകുന്നു. ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ, എൻ്റെ ദുർവാസമുനി ഇങ്ങനെ എന്നെ ശപിച്ചു, അതുകൊണ്ട് എൻ്റെ ഐശ്വര്യം മൊത്തം പോയി എന്ന് പറഞ്ഞപ്പം ബ്രഹ്മ പറയും, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ എന്ത് ചെയ്യും, നേരെ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് അവരെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും എന്നൊക്കെ ബ്രഹ്മ പറഞ്ഞു വിടും. അപ്പം ഈ ഇന്ദ്രനും അവരുടെ കൂടെ ഉള്ള ദേവന്മാർ എല്ലാവരും ചേർന്ന് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോകും. മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയും. അപ്പോൾ മഹാവിഷ്ണു പറയും, ശരി, അവർക്കിപ്പോൾ മനസ്സിലായി നമ്മളിപ്പോൾ കൂർമാവതാരം എടുക്കാനുള്ള സമയം എത്തി. അപ്പം മഹാവിഷ്ണു പറയും, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. അപ്പം ഇതൊക്കെ നമ്മൾ മാത്രം പോരാ, അസുരന്മാരെയും കൂടി കൂട്ടിച്ചേർക്കണം. നമുക്ക് അമൃതം കഴിച്ചാൽ നിങ്ങളുടെ സെൽവം തിരിച്ചു കിട്ടും എന്നൊക്കെ മഹാവിഷ്ണു പറയും. അപ്പോൾ ഇന്ദ്രൻ പറയും, അതൊക്കെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് അസുരന്മാരുടെ അടുത്ത് പോയി പറയും, വാങ്ങാൻ നമുക്ക് ഒരുമിച്ച് അമൃതം കടയാം, ഈ അമൃതം കഴിക്കുമ്പോൾ നമുക്ക് മരണമില്ലാതെ നിത്യവാഴ്വ് കിട്ടും എന്നൊക്കെ പറയും. അപ്പോൾ ഈ അസുരന്മാർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞ് അഗ്രിമെൻ്റ് ഇട്ട് ഇവർ എല്ലാവരും ചേർന്നിട്ട് തിരുപ്പാർക്കടലിൽ പാൽക്കടയാൻ പോവും. അത് എങ്ങനെയാ? അവിടെ പോകുമ്പോൾ ഈ മന്ത്രമലയെ മത്താട്ടും ഈ വാസുകി പാമ്പുണ്ടല്ലോ അത് കൈരായിട്ടും എടുത്ത് പാൽക്കടയാൻ പോയി. അപ്പോൾ പാൽക്കടയാൻ നിൽക്കുമ്പോൾ ഈ മന്ത്രമല എന്ത് ചെയ്യുന്നു? താഴെ പോകുന്നു കടലിലിട്ടപ്പം. അങ്ങനെ താഴെ പോയപ്പം മഹാവിഷ്ണു എന്ത് ചെയ്യും? കൂർമ്മ അവതാരം എടുത്ത് ഈ മന്ത്രമലയെ താങ്ങി പിടിച്ച് നല്ല സ്റ്റെബിലിറ്റിയായി ഇരിക്കാൻ വേണ്ടി താങ്ങി പിടിച്ച് നിൽക്കും. ഏതെങ്കിലും ഒരു നല്ല കാര്യം നടക്കുന്ന മുമ്പ് നമുക്ക് എന്തായാലും ഒരു ചെറിയ കഷ്ടങ്ങൾ വരും. ആ കഷ്ടം താണ്ടി വരുമ്പോൾ നമുക്ക് നല്ല കാര്യം എന്തായാലും ഉറപ്പായിട്ട് നടക്കും. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ കഷ്ടം വരുമ്പോൾ നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ മതി, നമുക്ക് ഇനി വരുന്ന കാലം നല്ല കാലമാണ്. അതുപോലെ തന്നെ ഈ അമൃതം കിട്ടുന്ന മുമ്പ് ഈ അസുരന്മാർക്കും ദേവന്മാർക്കും ആദ്യം എന്ത് വന്നെന്ന് വെച്ചാൽ ഈ കടലിൽ ആലകാല വിഷം എന്ന് പറയുന്ന ഒരു വിഷം, നല്ല കരുത്ത നിറത്തിൽ വരുന്ന ഒരു വിഷമായിരുന്നു. അതുമാത്രമല്ല വാസുകി പാമ്പിൻ്റെ വായിലിരുന്നും നഞ്ചുവലിയ വന്നു. ഇങ്ങനെ വന്നപ്പം ഈ എല്ലാ വിഷവും ചേർന്നിട്ട് ദേവന്മാർക്ക് ഭയങ്കര വിഷമായി. എന്നുവെച്ചാൽ അയ്യോ ഈ വിഷം വന്നല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നമ്മളെല്ലാവരും മരിച്ചു പോകത്തില്ലേ, ഈ വിഷം നമ്മൾ അകത്ത് പോയാൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞ് പേടിച്ച് ഇവരെന്ത് ചെയ്യുന്നു? ഓടുന്നു. എവിടെ ഓടുന്നു? കൈലാസത്തെ നോക്കി പരമശിവനെ നോക്കി കാണാൻ വേണ്ടി ഓടുന്നു. അപ്പം അവിടെ വായർക്കാവലായിട്ട് നന്ദി ഭഗവാനുണ്ട്. അപ്പം നന്ദീനടുത്ത് പറയും, ഞങ്ങൾക്ക് ശിവപെരുമാനെ കാണണം, എങ്ങനെയെങ്കിലും ഞങ്ങളെ അകത്ത് വിടുന്നു പറയും. അപ്പം നന്ദി ഭഗവാൻ എന്ത് ചെയ്യും? അവരെ അകത്ത് കയറ്റി വിടും. അകത്ത് കയറ്റി വിടുമ്പോൾ അവർ പറയും, സദാശിവ ശങ്കര നീയേ ഞങ്ങൾക്ക് അഭയം എന്ന് പറഞ്ഞ് ശിവപെരുമാനെടുത്ത് അവർ ശരണാഗതി അടയും. ഇപ്പൊ കൈലാസത്തിൽ ആരൊക്കെ ഉണ്ട്? എപ്പോഴും പാർവതി ദേവിയും നന്ദിയും ശിവപെരുമാ മാത്രം ഇരിക്കുന്ന സ്ഥലത്തിൽ അത്രേ സിദ്ധர்களுം ശിവഗണങ്ങളും ഭൂതഗണങ്ങളും എല്ലാവരും കൂടി ദേവന്മാരും എല്ലാവരും ഇപ്പം ഈ കൈലാസത്തിൽ എല്ലാവരും അവിടെ ഉണ്ട്.
അവിടെ ഈ ശിവപെരുമാന്റെ അടുത്ത് ഇരിക്കുമ്പോൾ തന്നെ ഈ വിഷം എന്ത് ചെയ്യുന്നു, ഇവരുടെ ഈ ദേവന്മാരുടെ പുറക്കേ ഇങ്ങനെ വരുന്നു. ഈ ദേവന്മാർ വളത്തോട്ട് പോയാൽ ഇത് ഇപ്പുറത്തിലോട്ട് ഈ വിഷം തേടി വന്ന് അവരുടെ ഓപ്പോസിറ്റിൽ വന്ന് നിൽക്കും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓപ്പോസിറ്റിലിരുന്ന് തിരിച്ച് ഇങ്ങോട്ട്, അതായത് വളവും ഇടവും തിരിഞ്ഞ് ഓടുന്നു ദേവന്മാർ. അങ്ങനെ ഓടിയാലും ഈ വിഷം വിടുന്നില്ല. അപ്പം ശിവപെരുമാൻ പറയും നന്ദീനടുത്ത്, സുന്ദര പോയിട്ട് ആ വിഷത്തെ എടുത്തോണ്ട് വാ എന്നൊക്കെ പറയും. അപ്പം നന്ദി ഭഗവാൻ എന്ത് ചെയ്യും, ആ വിഷത്തെ കൈകൊണ്ട് എടുത്ത് ശിവപെരുമാൻ എടുത്ത് കൊണ്ട് കൊടുക്കും. ശിവപെരുമാൻ അത് കൈകൊണ്ട് എടുത്ത് അകത്ത് ഇടും. അകത്തിട്ടപ്പം പാർവതിദേവിക്ക് ഭയങ്കര പേടിയായി. അശോ ഭഗവാനെ, ഈ എല്ലാ ജീവരാശികളും എല്ലാ അഖിലും മൊത്തവുമേ ശിവപെരുമാന്റെ അഹവായിരിക്കുന്നു. ഇനിയിപ്പോൾ ശിവപെരുമാൻ ഈ വിഷം എടുത്ത് കഴിക്കുമ്പോൾ മൊത്തവും അഴിഞ്ഞു പോകത്തില്ലേ, എന്ത് ചെയ്യാനാണ് പറഞ്ഞ് ഈ വിഷം പുറത്ത് ഇറങ്ങുന്ന മുമ്പ് പാർവതി ദേവി പെട്ടെന്ന് ഈ കണ്ടത്തിൽ പിടിക്കും. ഈ കണ്ടത്തിൽ പിടിച്ച് ഇങ്ങനെ നിർത്തുമ്പോൾ എന്ത് ചെയ്യും, ഈ വിഷം എല്ലാം ഈ കണ്ടത്തിൻ്റെ അകം തന്നെ നിന്നു പോവും. അതുകൊണ്ടാണ് ആ നിൽക്കുമ്പോൾ ഈ വിഷം എല്ലാം ചേർന്ന് ഒരു നീല കളറിലായി കണ്ടം നീലകണ്ഠമായി. അപ്പോഴാണ് ശിവപെരുമാനക്ക് പേരും നീലകണ്ഠൻ എന്ന് പേര് വന്നു. ഈ വിഷം കഴിക്കുന്ന സമയവും ശരി, ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് എപ്പോഴായിരുന്നെന്ന് വെച്ചാൽ പ്രദോഷ ടൈമായിരുന്നു. ഈ പ്രദോഷം എന്ന് പറയുന്നത് സൂര്യ അസ്തമനത്തിന് മുമ്പുള്ള ഒരു 1.5 മണിക്കൂറും പിന്നെ സൂര്യൻ അസ്തമനം ആയ അതിന് ശേഷമുള്ള ഒരു 1.5 മണിക്കൂർ, അങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 3:45 നാഴിക എന്ന് പറയും. അതായത് സൺസെറ്റിന് മുമ്പുള്ള ഒരു 3:45 നാഴിക, സൺസെറ്റിന് ശേഷമുള്ള ഒരു 3:45 നാഴിക, മൊത്തം 7.5 നാഴികയാണ് ഈ പ്രദോഷ സമയമാണ് പറയുന്നത്. ആകെ ഈസി ആയിട്ട് പറയണമെങ്കിൽ ഒരു 4:30 to ഒരു 7 മണി കണക്ക് കൂട്ടിക്കോ. ഇതാണ് കറക്റ്റ് ഒരു പ്രദോഷ സമയമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. പിന്നെ ഈ പ്രദോഷം എന്ന് വരുമെന്ന് പറഞ്ഞാൽ ഈ കൃഷ്ണപക്ഷമായിക്കോട്ട് ഇല്ലെങ്കിൽ ശുക്ലപക്ഷമായിക്കോട്ടെ, വളർപ്പുറ ത്രയോദശി അല്ലെങ്കിൽ തേയ്ബ്രേ ത്രയോദശി എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ അമാവാസ കഴിഞ്ഞുള്ള 13ാമത്തെ ദിവസം അല്ലെങ്കിൽ പൗർണമി കഴിഞ്ഞുള്ള 13ാമത്തെ ദിവസമാണ് നമ്മൾ ത്രയോദശി എന്നാണ് നമ്മൾ പറയുന്നത്. ശിവപെരുമാൻ ഈ മറ്റേ ഈ വിഷം ആലകാല വിഷം കഴിച്ച സമയമാണ് പ്രദോഷ സമയം. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രദോഷ സമയം വ്രതം ഇരുന്ന് ശിവപെരുമാനെ വഴിപെടുമ്പോൾ അവിടെ തന്നെ എല്ലാ സിദ്ധറുകളും ഉണ്ട്. ഈ പ്രദോഷ ടൈം ശിവന്റെ അടുത്ത് തന്നെ എല്ലാവരും അഭയം തേടി എല്ലാ സിദ്ധറുകളുമുണ്ട്, എല്ലാ ദേവഗണങ്ങളുമുണ്ട്, ഭൂതഗണങ്ങളുണ്ട്, ശിവഗണങ്ങളുണ്ട്. ലോകത്തിലുള്ള എല്ലാ ജീവരാശികളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എവിടെ, ശിവഭഗവാന്റെ അടുത്ത് തന്നെ എല്ലാവരും അഭയം തേടി വന്നു. അതുകൊണ്ട് ഈ പ്രദോഷ സമയം നമ്മൾ ശിവഭഗവാന്റെ കോയിലിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ എല്ലാ ദേവരും സിദ്ധറുകളും എല്ലാത്തിൻ്റെ അനുഗ്രഹവും ഒരുമിച്ച് നമുക്ക് കിട്ടും. നമുക്ക് ശിവന്റെ ഒരു അനുഗ്രഹമേ മതി, പക്ഷേ ഇവർ എല്ലാവരുടെ അനുഗ്രഹവും ചേർന്ന് കിട്ടുമ്പോൾ അതിൻ്റെ ഫലം എന്തായിരിക്കും ഞാൻ പറയേണ്ട, ഒത്തിരി ഫലം അതിൽ കിട്ടും. പിന്നെ നമുക്ക് ഒത്തിരി പ്രദോഷങ്ങളുണ്ട്, കിട്ടത്തട്ട 20 പ്രദോഷങ്ങളൊക്കെ ഉണ്ട്. എന്തെന്ന് വെച്ചാൽ നിത്യപ്രദോഷം, പക്ഷപ്രദോഷം, മാതപ്രദോഷം, നക്ഷത്രപ്രദോഷം, പൂരണപ്രദോഷം, ദിവ്യപ്രദോഷം, ദീപപ്രദോഷം എന്ന് പറഞ്ഞ് ഒത്തിരി പ്രദോഷമുണ്ട്. പക്ഷേ നമുക്ക് ആവശ്യമുള്ള ഒരു 5 പ്രദോഷത്തെ മാത്രമേ നമുക്കിപ്പോൾ കാണാം. നിത്യപ്രദോഷം, പക്ഷപ്രദോഷം, മാതപ്രദോഷം, മഹാപ്രദോഷം, പ്രളയപ്രദോഷം. ഈ നിത്യപ്രദോഷം എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമുക്ക് 6 മണിക്ക് മുമ്പ് വരുന്ന ഒരു 1.5 മണിക്കൂർ വരത്തില്ലേ, കിട്ടത്തട്ട 4 to ഒരു 7 മണി കണക്ക് കൂട്ടുക. അതാണ് കറക്റ്റായ ഒരു പ്രദോഷ സമയം. ഇതാണ് നിത്യപ്രദോഷം, എല്ലാ ദിവസവും വരുന്നത്. പക്ഷപ്രദോഷം എന്ന് പറയുന്നത് ശുക്ലപക്ഷം, കൃഷ്ണപക്ഷം, അങ്ങനെ പക്ഷത്തിൽ വരുന്ന പ്രദോഷമാണ്. പിന്നെ പ്രദോഷം എന്ന് പറയുന്നത് മാതം തോറും വരുന്ന പ്രദോഷങ്ങളാണ്. മഹാപ്രദോഷം എന്ന് പറയുന്നതാണ് ഈ ശനി. ഈ ആളകാല വിഷം ഉണ്ടത് എപ്പോഴെന്ന് വെച്ചാൽ ഈ ശനി മഹാപ്രദോഷത്തിലാണ്, ത്രയോദശി ശനി മഹാപ്രദോഷത്തിൽ ആണ് ഈ ശിവപെരുമാൻ ഈ ആളകാല വിഷത്തെ എടുത്ത് കഴിക്കുന്നത്. ഈ പ്രളയപ്രദോഷം എന്ന് പറയുന്നത് വെച്ചാൽ ഈ ലോഹം എന്ന് അഴിഞ്ഞു പോകുന്നു അന്ന് വരുന്ന പ്രദോഷമാണ് പ്രളയപ്രദോഷം. നമ്മളെ ഈ പ്രദോഷ സമയത്ത് അവിടെ ശിവപെരുമാന്റെ അമ്പലത്തിൽ എങ്ങനെ നമ്മൾ പ്രദക്ഷിണം ചെയ്യണമെന്ന് വെച്ചാൽ സോമസൂക്ത പ്രദക്ഷിണം എന്ന് പറയും. എന്നുവെച്ചാൽ എല്ലാവർക്കും അറിയാം, നമ്മൾ അഭിഷേകം ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ വരുന്ന സ്ഥലമാണ് കോമുഖി എന്ന് പറയും. നമ്മൾ ആദ്യം ശിവപെരുമാന്റെ ഇടത്തെ സൈഡിലിരുന്ന് നമുക്ക് ശിവപെരുമാന്റെ വലത്തെ സൈഡിലിരുന്ന് നമുക്ക് പോയിട്ട് കോമുഖി ആ സ്ഥലം വരെ പോയിട്ട് പിന്നെയും തിരിച്ച് ഇങ്ങോട്ട് വരുക, ഈ നന്ദിയെ ചൂട്ടി പിന്നെയും കോമുഖിയുടെ അവിടെ പോവുക. പിന്നെ അങ്ങനെ ചുറ്റി വളം വരുന്നത് ഒരു 3 പ്രാവശ്യം നമ്മൾ സോമപ്രദക്ഷിണം ചെയ്യുന്നതാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ,
ഞാൻ പറയുന്നത് മനസ്സിലാവണമെന്ന് തോന്നുന്നത് ഞാൻ ആദ്യം കൂടി ഒന്ന് പറയാം. നമ്മൾ ശിവൻ അവിടെ ഇരിപ്പുണ്ട്. ശിവന്റെ ഓപ്പോസിറ്റിൽ നമ്മൾ നിൽക്കും. ശിവഭഗവാന്റെ റൈറ്റ് സൈഡും നമ്മളുടെ ലെഫ്റ്റ് സൈഡും ആദ്യം നമ്മളുടെ ലെഫ്റ്റ് സൈഡോട്ട് ആദ്യം അങ്ങനെ ചുറ്റി ഈ അഭിഷേകം വരുന്ന ആ അഭിഷേക പൊരുളെല്ലാം വീഴുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അതാണ് കോമുഹി വരെ പോയിട്ട് പിന്നെയും തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ തിരിച്ച് വന്ന് ഇപ്പം നമ്മൾ നേരെ ശിവന്റെ മുമ്പ് വന്ന് നിൽക്കുന്നത്. ഇനി നമ്മുടെ റൈറ്റ് സൈഡോട് തിരിഞ്ഞ് പിന്നെയും കോമുഹിൻ്റെ അടുത്ത് പോയി തൊഴുതിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിച്ച് വന്ന് ശിവലിംഗത്തിൻ്റെ മുമ്പ് നിൽക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ നമ്മളുടെ ഇടത്ത് സൈഡോട് പോയിട്ട് ആ അഭിഷേകം ചെയ്യുന്ന കോമുഹിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെയും തിരിച്ചു വരിക. തിരിച്ചു വന്ന് എങ്ങനെ വന്ന് ശിവലിംഗത്തിൻ്റെ മുമ്പ് വന്ന് നിന്നിട്ട് പിന്നെ നമ്മുടെ റൈറ്റ് സൈഡ് ഉണ്ടല്ലോ അതിൽ പോയിട്ട് അതേ അഭിഷേകം ചെയ്യുന്ന ആ ഒരു കോമുഹി ഉണ്ടല്ലോ അവിടെ പോയി നിന്ന് തൊഴുതിട്ട് വരണം. ഇപ്പം നമുക്ക് 2 പ്രദക്ഷിണമായി. ഇനി തിരിച്ച് അതേപോലെ അവിടെ ഇന്നും പ്രദക്ഷിണം മുടിഞ്ഞില്ല, തിരിച്ച് ശിവലിംഗത്തിൻ്റെ വരണം. ഇങ്ങനെ വന്ന് പിന്നെയും ശിവലിംഗത്തിൻ്റെ മുമ്പ് തിരിച്ചു വന്ന് നിന്നിട്ട് പിന്നെ നമ്മൾ മൂന്നാമത്തെ എവിടെ ചെയ്യുന്നത്, നമ്മുടെ ലെഫ്റ്റ് സൈഡോട്ട് അങ്ങോട്ട് ശിവപെരുമാനെ ചുറ്റി ഈ അഭിഷേകം വരുന്ന കോമുഹിൻ്റെ അടുത്ത് പോയി നിൽക്കുക. പിന്നെ അവിടെ നിന്ന് തിരിച്ചിവിടെ വന്ന് ശിവലിംഗത്തിൻ്റെ മുമ്പ് നിന്ന് നമ്മുടെ റൈറ്റ് സൈഡ് തിരുമ്മയും അഭിഷേകത്തെ ചെയ്യുന്ന ആ കോമുഹിൻ്റെ അടുത്ത് പോയി നിന്ന് അങ്ങേരുന്ന് തിരിച്ച് നമ്മൾ ശിവലിംഗത്തിൻ്റെ മുമ്പ് വന്ന് നിന്ന് തൊഴുന്നു. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, സോമസൂക്ത പ്രദക്ഷിണം. ഇത് എല്ലാ ദിവസവും ശിവൻകോയിലിൽ അങ്ങനെയാണ് ഇപ്പം എല്ലാ അമ്പലങ്ങളെയും വഴിപാട് ചെയ്യുന്നത്. ഞങ്ങളെ അടുത്തുള്ള അമ്പലത്തിലും അതുപോലെയാണ് അവർ ഈ ചങ്ങളയൊക്കെ കെട്ടിയിട്ടേക്കുന്നത്, ആരും അങ്ങോട്ട് ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ പ്രദോഷ സമയം നമുക്ക് നന്ദി ഭഗവാനക്ക് കാപ്പരിസി നിവേദനം കൊടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറയും. കാപ്പരിസി എന്ന് പറയുന്നത് പച്ചരിയെ നമ്മൾ രാവിലെ കുതിർത്തിട്ടിട്ട് വൈകിട്ട് അതിനകത്ത് ശർക്കരയിട്ട് ഇച്ചിരി തേങ്ങയും ശർക്കരയിട്ട് മറ്റേ പച്ചരി 3 കൂടി ചേർത്ത് കളത്തി നമുക്ക് പ്രസാദമായിട്ട് ശിവൻകോയിലിൽ കൊണ്ടുപോയിട്ട് അത് പ്രസാദമായിട്ട് കൊടുക്കാം. ചില പേര് അത് ഇടിച്ച് പൊടിയാക്കി ഈ മാവ് കണക്ക് കയ്യിൽ പിടിച്ച് അങ്ങനെയും കൊടുക്കും. ഇത് കൊടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ ഈ പ്രദോഷ സമയത്തിൽ നമ്മൾ ശിവലിംഗത്തെ എങ്ങനെ കാണണമെന്ന് വെച്ചാൽ നന്ദിയുടെ 2 കൊമ്പുണ്ടല്ലോ, ആ കൊമ്പിൻ്റെ ഇടയ്ക്കോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശിവഭഗവാനെ കാണണം. അങ്ങനെ ശിവലിംഗത്തെ കാണുമ്പോൾ നമുക്ക് അവർ ഭയങ്കര സന്തോഷമായിട്ട് നർത്തനം ചെയ്യുന്ന സമയമാണ് കേട്ടോ. ഈ നന്ദിയുടെ 2 കൊമ്പൊക്കെ ഇടയ്ക്ക് ഇരുന്ന് നർത്തനം ചെയ്യുന്ന ഒരു സമയമായിരുന്നു താണ്ഡവം. അതുകൊണ്ട് പ്രദോഷത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നായകൻ ആരെന്ന് വെച്ചാൽ നന്ദി, പിന്നെ ശിവലിംഗം. ഈ കാപ്പരിസി നിവേദനം ചെയ്യുവാണെങ്കിൽ ഏറ്റവും കോടി മഹാപുണ്യം നമുക്ക് കിട്ടും. ഇത് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും നല്ലപോലെ മനസ്സിലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ആ കമൻറ്റിൽ വന്ന് പറയും, എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്തായാലും ഇത് മനസ്സിലാവുന്ന രീതിക്ക് ഞാൻ എന്തെങ്കിലും ഒരു നല്ലൊരു വീഡിയോ ചെയ്യും. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയ്ക്ക് നല്ലൊരു വീഡിയോ ആണാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നോക്ക് കേട്ടോ. എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് അതിക്ക് റിപ്ലൈ തന്നിരിക്കും. ഈ പ്രദോഷ സമയം നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും അഭിഷേക പൊരുൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഈ കരിക്കയോ അല്ലെങ്കിൽ പാല്, നെയ്യ്, തൈര്, ഇങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ അഭിഷേക പൊരുളും നമ്മൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാം കേട്ടോ. നമ്മളെ കൊണ്ട് എന്തായാലും ഒരു പാലെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാതിരിക്കത്തില്ല. അല്ലെങ്കിൽ വേണ്ട ഒരു പുഷ്പം കൊണ്ട് കൊടുക്കുക കേട്ടോ. ഏറ്റവും നല്ല പുണ്യം കിട്ടുന്ന ഒരു സമയമാണ് ഈ പ്രദോഷം. പിന്നെ ഈ പ്രദോഷത്തിനെ കുറിച്ച് ഒത്തിരി കഥകളുണ്ട്. ഓരോരുത്തരും ഓരോരോ കഥകൾ പറയും. വായുവഴി കഥകൾ ഒത്തിരി ഉണ്ട്, പുരാണ വഴി കഥകൾ ഒത്തിരി ഉണ്ട്. ഞാൻ കുറച്ച് എനിക്കറിയാവുന്ന പുരാണ വഴി കഥകളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നന്ദി, നമസ്കാരം.